നൈറ്റ് വിജിറ്റ് ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക. പ്രിയമുള്ളവരെ, ഇത് നിൻ്റെ ജീവിതത്തിൽ രക്ഷയുടെ രാത്രിയാണ്. നിൻ്റെ ജീവിതത്തിൽ യേശു രക്ഷയായി മാറും. നിൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയായി യേശു മാറും. നിൻ്റെ രോഗപീഠകളിൽ ഈ രാത്രി നിനക്ക് രക്ഷ നൽകുന്ന രാത്രിയാണ്. ആ രാത്രിയിലേക്ക് നമുക്ക് ഹൃദയപൂർവ്വം പ്രവേശിക്കാം. ദൈവം നമ്മുടെ കണ്ണുനീർ കാണുകയും നിന്റെ നിലവിളികളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി യേശു പരിഹരിക്കുന്ന ഒരത്ഭുതത്തിൻ്റെ രാത്രി. വലതുയരത്തെന്ന് പറയാം ഹല്ലേലൂയ. കരങ്ങൾ നന്നായി വീശെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ നൈറ്റ് വിജിറ്റ് ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയൊരു വചനം ഇതാണ്. യെശയ്യാവിൻ്റെ പ്രവചനം 43-ാം അധ്യായം അതിൻ്റെ 18-19 തിരുവചനം. വചനം വളരെ വ്യക്തമായിട്ട് ഇന്ന് ഈ ശുശ്രൂഷയിൽ ആരെല്ലാം പങ്കെടുക്കുന്നുവോ അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന വചനം ഇതാണ്. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുള പൊട്ടുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്, ഇതാ ഒരു പുതിയ കാര്യം നിന്റെ വ്യക്തി ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ ഈ രാത്രിയിൽ ഒരു പുതിയ കാര്യം മുള പൊട്ടുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോഴും പലരും വ്യസനിക്കുന്നത് പഴയ കാര്യങ്ങൾ ഓർത്താ, ഇന്നലകളെ ഓർത്താ കരയുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജീവിതത്തിലുണ്ടായ വേദനകളും തകർച്ചകളുമൊക്കെ, രോഗങ്ങൾ, ഇതൊക്കെ ഓർത്ത് തകരുക. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് പറയാണ്, കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. നീ ഇന്നലെ എന്താണെന്നുള്ളത് ദൈവസമക്ഷം വലിയ പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല. പക്ഷേ ദൈവം പറയാണ്, ഞാനിതാ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, ഇന്ന് വരെ ആരും ചെയ്യാത്ത ഒരു പുതിയ കാര്യം നിന്റെ ദൈവം നിനക്ക് വേണ്ടി രാത്രി ചെയ്യാൻ പോകുക. വചനം തുടർന്ന് ചോദിക്കുക, അത് മുള പൊട്ടുന്നത് നീ അറിയുന്നില്ലേ? ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ മേൽ, കുടുംബത്തിൻ്റെ മേൽ പുതിയ അത്ഭുതങ്ങളുടെ മുളകൾ പൊട്ടുന്ന രാത്രിയാണ്. നിന്റെ ജീവിതത്തിൻ്റെ മാറാ പ്രശ്നങ്ങളിലേക്കും തോരാ കണ്ണീരിലേക്കും ഈ രാത്രി ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി ഇറങ്ങി വരും. വിശ്വസിച്ച് വലതുകൊടുത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ അനുഗ്രഹത്തിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കുക. ഇതെങ്ങനെയാണ് ഒരു പുതിയ കാര്യം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? എങ്ങനെയാണ് ദൈവം ഒരു പുതിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്? സങ്കീർത്തനം 77-10 തിരുവചനം പറയാണ്, അത്യുന്നതന്റെ ശക്തി, അത്യുന്നതന്റെ ശക്തി, അത്യുന്നതന്റെ ശക്തിയായ പരിശുദ്ധാത്മാവ്, അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളുടെയും പരാജയങ്ങളുടെയും കാരണം എന്താണ്? ദൈവാത്മാവിൻ്റെ ശക്തി. യേശുവിൽ നിന്ന് പുറപ്പെട്ട അത്ഭുതകരമായ ശക്തി ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ പൂർത്തിയാകുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ കുടുംബത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ വിളിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ പ്രകടമാകണം. മാതാപിതാക്കളായ നമ്മുടെ മക്കള് മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ പകരം അവർക്ക് തേളിനെയാണോ കൊടുക്കുന്നത്? വചനം ചോദിക്കുക, ദുഷ്ടരായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ ചെയ്യുന്നുവെങ്കിൽ, അവർക്ക് നന്മ ചെയ്യുന്നുവെങ്കിൽ, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിനോട് കേണപേക്ഷിക്കുന്ന നിങ്ങൾക്ക് എത്രയോ അധികമായി അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിനക്ക് ഓഫർ ചെയ്യുന്നത് പരിധികളില്ലാത്ത അഭിഷേകമാണ്. ഹല്ലേലൂയ, പരിധികളില്ലാത്ത പരിശുദ്ധാത്മാവിന്റെ ശക്തി ദൈവം ഇന്ന് നമുക്ക് ഓഫർ ചെയ്യുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ,
ഈ കൂട്ടായ്മയുടെ ആരംഭത്തിൽ തന്നെ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മൾ ഉണരണം. പരിശുദ്ധാത്മാവാണ് ഇന്നത്തെ ശുശ്രൂഷയെ മുഴുവനായി ഏറ്റെടുത്ത് നയിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നിന്നോട് ഇന്ന് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നിനക്കൊരു സൗഖ്യം തരുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് രോഗക്കിടക്കയിൽ നിന്ന് നിന്നെ ചാടി എഴുന്നേൽപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നിന്റെ കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റടിക്കുന്നിടത്ത് സകല തടസ്സങ്ങളും നിന്റെ വ്യക്തി ജീവിതത്തിൻ്റെ മേൽ, കുടുംബത്തിൻ്റെ മേൽ എന്നേക്കുമായി അകറ്റപ്പെടുന്ന ഈ രാത്രി പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും ഒന്ന് കണ്ണുകളടയ്ക്കുക. കണ്ണുകളടച്ച് കരം കൂപ്പി ഒരു നിമിഷം നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലാണ് നിൽക്കുന്നത്. കർത്താവിൻ്റെ സന്നിധിയിലാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തില്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അവിടുത്തെ ആത്മാവ് ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ഇവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽപ്പുണ്ട്. പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ സങ്കടത്തിൻ്റെ ഭണ്ഡാരം, നിങ്ങളുടെ പരാജയത്തിൻ്റെ, രോഗപീഠകളുടെ, തകർച്ചകളുടെ നീ പേറുന്ന ഭാരമുണ്ടല്ലോ, അവയൊക്കെ ഒന്ന് ഈ സമയത്ത് ദൈവകരങ്ങളിൽ വിട്ടുകൊടുക്കുക. അതെല്ലാം ഏറ്റെടുക്കുവാൻ ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് വരുവാൻ, നിന്നെ ശക്തിപ്പെടുത്തുവാൻ, നിന്നെ സുഖപ്പെടുത്തുവാൻ, നിന്റെ പരാജയങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റുവാൻ, നിന്റെ കണ്ണുനീരിനെ ആനന്ദമാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേലിറങ്ങും. ചിലർ മക്കളെ ഓർത്ത് വളരെ വ്യസനിച്ചാണ് ഈ കൂട്ടായ്മയിൽ നിൽക്കുന്നതെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജീവിത പങ്കാളിയുടെ മേൽ ഇറങ്ങട്ടെ, കുടുംബത്തിൻ്റെ മേൽ ഇറങ്ങട്ടെ. രണ്ട് കരങ്ങളും ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്ക്. രണ്ട് കരങ്ങളും ഉയർത്തി യേശു നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ വിളിക്കുന്നു. അതരം തുറന്ന് എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, മഹത്വത്തോടെ അവിടെ നിന്ന് ഇറങ്ങി വരണമേ. പ്രിയ പരിശുദ്ധാത്മാവേ, 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 ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ദുഃഖങ്ങളിലേക്ക് ആത്മാവ് ഇറങ്ങി വരട്ടെ. ബലഹീനതയിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ. നിരാശയിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ. എല്ലാം അവസാനിച്ചു എന്ന് നീ ചിന്തിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവ് എല്ലാം പുതുക്കുന്ന ഒരത്ഭുത പ്രവൃത്തി രാത്രിയിൽ നിനക്ക് വേണ്ടി ചെയ്യും. വിശ്വസിച്ച് രണ്ട് കരവും നന്നായി ഒന്ന് ഉയർത്തി, കരങ്ങൾ നന്നായി ഉയർത്തി ഒരിക്കൽ കൂടി വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 മാളിക മുറിയിൽ ഈ നാവായി ഇറങ്ങിയ പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഇപ്പോൾ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. പ്രിയമുള്ളവരെ, അപ്പസ്തോലന്മാർ പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് മാളിക മുറിയിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അഗ്നിയായി കൊടുങ്കാറ്റായി ഇറങ്ങി വന്നു. ഇന്ന് ഈ ആലയത്തിൽ ഇത്രയും പേർ ഒന്നു ചേർന്ന് ആരാധിക്കുമ്പോൾ, ലോകമെമ്പാടും അനേകർ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ ചേർന്ന് ആരാധിക്കുമ്പോൾ, ഇതേ പരിശുദ്ധാത്മാവ് കൊടുങ്കാറ്റിന്റെ ആരവത്തിൽ തീനാവ് പോലെ നമ്മുടെ ജീവിതങ്ങളിൽ പരിവർത്തിക്കും. നമ്മുടെ പ്രശ്നങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് കടന്നുവന്ന് അവയൊക്കെ ഏറ്റെടുത്ത് നമ്മളെ വിടുവിക്കുന്ന സമയമാണ്. നമ്മുടെ കരങ്ങളൊന്ന് താളത്തിലടിച്ച് എല്ലാവരും കരങ്ങളൊന്ന് അടിക്കാം. ഒന്ന് ചേർന്ന് പാടി ആരാധിക്കാന് അപ്പസ്തോലന്മാർ ആരാധിച്ച ഒരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ വിശ്വാസത്താൽ ഞങ്ങളും അങ്ങ് ആരാധിക്കുക. ആമേൻ. ചേർന്ന് പാടി അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, യാഗത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, യാഗത്തോടെ അങ്ങേ
അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. കരങ്ങൾ താഴ്ത്തി കരങ്ങളടിക്കാം. പ്രിയമുള്ളവരെ, യോർദാൻ നദിയിൽ യേശുക്രിസ്തു നിൽക്കുമ്പോൾ സ്നാപകൻ അവന്റെ ശിരസിൽ ഒരു കൈക്കുമ്പോൾ വെള്ളം കോരി ഒഴിച്ച് അവനെ ജ്ഞാനസ്നാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വചനം ഇപ്രകാരം പറയുക, ഇതാ ആകാശം പിളർക്കപ്പെട്ടിരിക്കുന്നു, ആകാശം രണ്ട് ഭാഗമായി പിളർന്നു മാറുന്നു, പരിശുദ്ധാത്മാവ് ഇതാ അഗ്നി അഭിഷേകമായി ഇറങ്ങി വരുന്നു. എൻ്റെ പ്രിയ സഹോദര സഹോദരി, അതേ പരിശുദ്ധാത്മാവ് ആകാശം പിളർന്ന് ഇന്ന് നമ്മുടെ മേൽ ഇറങ്ങി വരും. രണ്ട് കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താമോ? കരമുയർത്തി ആ പരിശുദ്ധാത്മാവിനെ വെൽക്കം ചെയ്ത് പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ച് എല്ലാവരും ആരാധിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, യോർദാൻ നദിയിൽ മാടപ്രാവായി ഇറങ്ങിയ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ ആലയത്തിൽ അവിടുന്ന് മഹത്വത്തോടെ ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. കരങ്ങൾ താഴ്ത്തി കരങ്ങൾ അടിച്ച് ചേർന്ന് പാടാം. യോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂമിയിൽ നയിച്ചൊരു പരിശുദ്ധാത്മാവേ, അഭിഷേകത്തോടെ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ, സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പതറാതെ അഭിഷേകത്തോടെ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. വീണ്ടും നമുക്ക് കരങ്ങളടിക്കാം. ഇരുവശങ്ങളിൽ കരങ്ങളടിച്ച് ദൈവത്തിന് നമുക്ക് വീണ്ടും നന്ദി പറയാം. പ്രിയമുള്ളവരെ, ആരാധനയിൽ പരിശുദ്ധാത്മാവ് അവന്റെ അത്ഭുത ശക്തി നമ്മുടെ മേൽ അയക്കുക. പ്രിയമുള്ളവരെ, യേശു നടന്നു പോകുന്ന വഴിയിൽ ഒരു സ്ത്രീ അനേക വർഷമായി രക്തസ്രാവത്തിനടിമയായി തൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടവള്. പ്രിയപ്പെട്ടവരെ, അവൾ യേശുവിൻ്റെ വസാഞ്ചലത്തിൻ്റെ വിളുമ്പിലൊന്ന് സ്പർശിച്ചു. അവൻ്റെ വസാഞ്ചലത്തിൻ്റെ വിളുമ്പ് മതി എനിക്കൊരു സൗഖ്യത്തിനെന്ന് ഉറച്ച വിശ്വാസത്തോടെ ബോധ്യത്തോടെ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ അവൾ യേശുവിൻ്റെ വസാഞ്ചലത്തിൻ്റെ വിളിമ്പിലൊന്ന് സ്പർശിച്ചു. പ്രിയമുള്ളവരെ, ആ സമയത്ത് യേശുവിൽ നിന്ന് ഒരു ശക്തി പുറപ്പെട്ടു. യേശു ചോദിച്ചു, ആരാണ് എന്നെ സ്പർശിച്ചത്? പ്രിയ സഹോദര സഹോദരി, നീ വിശ്വാസത്താൽ യേശുവിനെ തൊടേണ്ട സമയമായത്. യേശുവിനെ നീ തൊടുമ്പോ യേശുവിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകും, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകും. രണ്ട് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് രണ്ട് കരമൊന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഉയർത്തുക. നിങ്ങളുടെ രോഗങ്ങൾ സമർപ്പിക്കുക, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ സമർപ്പിക്കുക. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉയർന്ന എല്ലാ പ്രാർത്ഥനകളും വീണ്ടും ഈ സമയത്തൊന്ന് ഓർക്കുക. എല്ലാം ഈശോയുടെ കരങ്ങളിൽ കൊടുക്കുക. ഒരു ദൈവം നിനക്കുണ്ട്, ഒരു ദൈവം നിനക്കുണ്ട്.
യേശു നിന്നെ തൊടുന്നവനാണ്. ആ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ അതരം തുറന്ന് ശബ്ദമുയർത്തി എല്ലാവരും വിളിക്കട്ടെ. ഈശോ, ഈശോയേ, ഈശോയേ. പരിശുദ്ധാത്മാവിനെ അയക്കുന്നവന്, ആത്മാവിൽ ശക്തിപ്പെടുത്തുന്നവരെ സ്നാനപ്പെടുത്തുന്ന യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്താൽ യേശുവിൻ വസ്ത്രത്തുമ്പിൽ തൊട്ടപ്പോ യേശുവിൽ നിന്നും നിർഗമിച്ചൊരു പരിശുദ്ധാത്മാവേ. ചങ്ങലയാകും കൈത്താളത്താൽ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ക്ഷണനേരത്തിൽ വിടുവിച്ചിടും പരിശുദ്ധാത്മാവേ. ചങ്ങലയാകും കൈത്താളത്താൽ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ക്ഷണനേരത്തിൽ വിടുവിച്ചിടും പരിശുദ്ധാത്മാവേ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ. വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. എല്ലാവരും ചേർന്ന് പാടി. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ. വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ. ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ. ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ. ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ. ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കട പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേക കാറ്റേ. അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ. വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ. വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. അഗ്നിയിറക്കണമേ, 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 പരിശുദ്ധാത്മാവേ, അഗ്നിയിറക്കണമേ, 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 പരിശുദ്ധാത്മാവേ. ശക്തി അയക്കണമേ, ശക്തി അയക്കണമേ, ശക്തി അയക്കണമേ, പരിശുദ്ധാത്മാവേ. ശക്തി അയക്കണമേ, ശക്തി അയക്കണമേ, ശക്തി അയക്കണമേ, പരിശുദ്ധാത്മാവേ. സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ. ഓരോ വ്യക്തിയിലും അങ്ങ് നിറയണമേ. സൗഖ്യത്തിന്റെ ആത്മാവായി, വിടുതലിന്റെ ആത്മാവായി, വിമോചകനായി, സൗഖ്യം നൽകണമേ, പരിശുദ്ധാത്മാവേ. ഓ സൗഖ്യമാവേ, ആത്മാവേ, സൗഖ്യം നൽകണമേ, പരിശുദ്ധാത്മാവേ. സൗഖ്യം കെട്ടുകൾ അടിക്കണമേ, കെട്ടുകൾ അടിക്കണമേ ആത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമയത്തെ കരങ്ങളൊന്ന് വീശി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Glory. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു, ഹല്ലേലൂയ, യേശു, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രീനാരായണ. ഹല്ലേലൂയ,
പരിശുദ്ധാത്മാവേ 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 രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവേ 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 നമ്മുടെ ഹൃദയത്തിലേക്ക് ജീവിതത്തിലേക്ക് കടന്നു വന്ന പരിശുദ്ധാത്മാവിന് നന്ദി പറയും. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. പലതരടുത്തെന്ന് പറയാമോ? ഹല്ലേലൂയ. കരങ്ങൾ വീശെന്ന് പറയാം ഹല്ലേലൂയ. അഭിഷേകത്തോടെന്ന് പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് ശാന്തമായിട്ടിരിക്കാം. നമ്മളിപ്പോൾ ഒരു സാക്ഷ്യം ശ്രവിക്കുക. എൻ്റെ മകൾ ജീന വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാതെ വളരെ അധികം വിഷമിച്ചു. ഒരു കുഞ്ഞുണ്ടാകുന്നതിനായി ജാഗരണ പ്രാർത്ഥനയിൽ സഹായം വിളിച്ചു പറയുകയും തുടർന്നുള്ള എല്ലാ ജാഗരണ പ്രാർത്ഥനയും വീട്ടിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. കൊറോണയുടെ സമയമായതുകൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ വൈകിയതിൽ ക്ഷമിക്കണമേ. മകളുടെ പേര് അലോസ, 2.5 വയസ്സ്. പ്രിയപ്പെട്ടവരെ, ഈ സാക്ഷ്യം കടന്നു വന്നിരിക്കുന്നത് ആനീസ് ആൻ്റണി മുക്കാട്ടുകരയിൽ നിന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. 2.5 വയസ്സുണ്ട് ഇപ്പോൾ കൊച്ചിന്. അവർ നൈറ്റ് വിജിലിൻ്റെ എല്ലാ ജാഗരണ പ്രാർത്ഥനയും വിശ്വാസത്തോടെ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. കൊറോണയുടെ സമയമായതുകൊണ്ട് അവർക്ക് സാക്ഷ്യപ്പെടുത്താൻ ഇപ്പോഴാണ് സാക്ഷ്യം നമ്മളെ എഴുതി അറിയിച്ചിരിക്കുന്നത്. നമ്മൾ യെശയ്യാവിൻ്റെ പ്രവചനം 66-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവമുണ്ടാകാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? നിന്റെ ദൈവം ചോദിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കുമോ? ഗർഭിണിയാണെങ്കിൽ പ്രസവം നടന്നിരിക്കും. ദൈവം ചോദിക്കുകയാണ്, പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? നിന്റെ കർത്താവ് നിന്നോട് ചോദിക്കുക. ഈ സാക്ഷ്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഇന്ന് അനേക ദമ്പതികളുടെ ഒരു കണ്ണുനീരിന് കാരണം എന്താണ്? കുഞ്ഞുങ്ങളില്ല. അനേക മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ ഓർത്ത് നിലവിളിക്കുന്നുണ്ട്. ജീവിതത്തിൽ പലതും പൂർത്തിയാവാത്തതിൻ്റെ സങ്കടത്തിലിരിക്കുന്നവരുണ്ട്. ഏത് കാര്യത്തിനും മുമ്പോട്ടിറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും തടസ്സങ്ങളാണ്. ഒന്നും അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു ഉത്തരമാണ് ഈ കത്ത്. ദൈവം എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങൾ ഉയർത്തുന്ന കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളാതെ നിന്റെ ദൈവം കടന്നു പോകില്ല. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു ഉത്തരം തരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അവ വിശ്വാസത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാമോ? ദൈവത്തിന് ഇന്ന് നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെടണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുണ്ട്, അവർ ഈ സമയത്ത് പ്രാർത്ഥിക്കട്ടെ. വിവാഹ തടസ്സമുള്ളവരുണ്ട്, ജോലി തടസ്സമുള്ളവരുണ്ട്, സ്വന്തമായിട്ടൊരു ഭവനമില്ലാത്ത വ്യക്തികളുണ്ട്. കടഭാരത്തിൻ്റെ ജപ്തി നോട്ടീസ് ഒരു കയ്യിൽ ചുരുട്ടിപ്പിടിച്ചു നെഞ്ചോട് ചേർത്ത് വിലപിച്ചുകൊണ്ട് ഈ രാത്രിയിൽ ദൈവമേ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന അനേക വ്യക്തികളുണ്ട്, കുടുംബങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്, ഇതാ ഈ രാത്രിയിൽ നിന്റെ കുടുംബത്തിൽ, നിന്റെ വിശ്വാസത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുക, ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുക. വിശ്വസിച്ച് 2 കരമൊന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുക.
ദൈവ സന്നദ്ധനാണ്. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സന്നദ്ധനാണ്. യേശു ഈ രാത്രിയിൽ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. ആ വിശ്വാസത്തോടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ആ നാമം വിളിക്കാം. ആ നാമത്തിൽ അനുഗ്രഹമുണ്ട് പ്രിയരെ. യേശുവേ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളൊക്കെ ഒന്ന് ശക്തമായിട്ടൊന്നടിച്ച് നമുക്ക് ചേർന്ന് പാടി ദൈവത്തിന് മഹത്വപ്പെടും. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കരുതുന്നവൻ ഞാനല്ലയോ, കരങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അതേ പ്രിയപ്പെട്ടവരെ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ ഒരു വ്യക്തിയെയും കുടുംബത്തെയോ എന്നേക്കുമായി തളച്ചിടുവാൻ ആർക്കും സാധ്യമല്ല. കാരണം നിനക്കൊരു ദൈവമുണ്ട്. അവൻ മഗ്ദല മറിയത്തോട് ചോദിച്ചു, ദാനത്തിന്റെ ആ പ്രഭാതത്തിൽ ആ പൊൻപുരയിൽ അവൻ ചോദിച്ചു, സ്ത്രീയെ നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ കരയുന്നത്? അതെ, നിന്റെ കരച്ചിൽ കാണുന്നൊരു ദൈവമുണ്ട്. നിന്റെ കരച്ചിൽ ശ്രദ്ധിക്കുന്നൊരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഈ രാത്രിയിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. കരങ്ങളടിച്ച് ആ അബ്രഹാമിന്റെ ദൈവത്തെ വീണ്ടും വിശ്വാസത്തോടെ ചേർന്ന് പാടി നമുക്ക് ആരാധിക്കാം. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? ചേർന്ന് പാടാമോ? അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്തയില്ലയോ? ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനെന്നും ശക്തനല്ലയോ? ചെങ്കടലിലും വഴി തുറക്കാൻ അവനെന്നും ശക്തനല്ലയോ? കരമുയർത്തി കരമടിച്ച് കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? നിന്റെ ദൈവം നിന്നോട് ചോദിക്കുക, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്നെ കൈവിടാതെ കൈവിടുകയില്ല ഞാൻ നിന്നെ. എൻ്റെ ദൈവമേ, നീക്ക് നന്ദി പറയുന്നു കർത്താവേ.